ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ദിവസം. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വൈക്കത്തെ ഫിഷ് ഫാമിലേക്കാണ്. അപ്പം നമുക്ക് അതിനകത്ത് കാഴ്ചകൾ കാണാൻ പോവാം. ആലപ്പുഴയിൽ നിന്നും വൈക്കത്തോട്ട് പോകുന്ന വഴിയിൽ വൈക്കത്തിന്റെ അടുത്താണ് കേട്ടോ ഈ ഫിഷ് ഫാം ഉള്ളത്. മെയിൻ റോഡിൽ നിന്നും കുറച്ചുള്ളിലോട്ട് പോകണം. കാറൊക്കെ കയറി വരുന്ന വഴിയാണ്. അത് മാത്രമല്ല ഇവിടേക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യവും ഉണ്ട്. പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളോട്ട് നടക്കാൻ. അവിടെ ചെറിയ ഇടവഴികളും പാലങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫിഷ് ഫാമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ഒരു പാലമുണ്ട്, പക്ഷെ ഇതിൽ കയറാൻ എനിക്ക് പേടിയാണ്. ഇത് ഇവിടുന്ന് പുല്ലുകളാണ്. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഞങ്ങൾ പോയത് വെക്കേഷൻ സമയത്തായത് കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് 100 രൂപയ്ക്കാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത്. അല്ലാത്ത സമയത്ത് പോകുവാണെങ്കിൽ നമുക്ക് വേറെ എമൗണ്ടിലാണ് ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ കയറി വരുമ്പോ തന്നെ നെറ്റുകളില് കുറെ നെറ്റുകളില് മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമാണ്. പല പല നെറ്റുകളിലും പല പല ടൈപ്പ് മീനുകളെയാണ് വളർത്തുന്നത്. ഇവിടെ മീനുകൾക്ക് തീറ്റയിട്ട് കൊടുക്കാനും മീനെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളും ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടേ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ നിൽക്കുന്നുള്ളൂ. ഇവിടെ കുറെ ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനും കണ്ണപ്പനും കൂടി ഇവിടെ ഒരു ആനയുടെ പ്രതിമയുടെ മേത്ത് കയറി ഇരിക്കുക കേട്ടോ. ഇവിടെ ഒരു അക്കോറിയുണ്ട്. നമുക്ക് ഇനി അകത്തോട്ട് പോവാം. അക്കോറിയത്തിനകത്ത് കുറെ ടൈപ്പ് മീനുണ്ട്. നമ്മളിപ്പോ കാണാത്ത ടൈപ്പ് മീനൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. ഇവിടുത്തെ മീനുകളുടെ ബാക്കിയുള്ള സാധനങ്ങളുടെ പേരും സ്പെഷ്യാലിറ്റിയും പറഞ്ഞു തരാൻ ഇവിടുത്തെ തന്നെ ഒരു ആന്റി ഗൈഡായിട്ട് വന്നിട്ടുണ്ട്. ആ ആന്റി എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. എനിക്ക് എല്ലാം മനസ്സിലായി കേട്ടോ. ഇവിടെ ഫിഷ് മാത്രമല്ല ടോട്ടോയ്സും ഉണ്ട്. ഇവിടെ മീനുകളെ കുഞ്ഞു മീനുകളെയൊക്കെ വളർത്താനായിട്ട് അവര് തന്നെ ടാങ്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അകത്തും കുറെ ഇടവഴികളുണ്ട്. അതിന്റെ അപ്പത്തെ സൈഡിലും ഇപ്പത്തെ സൈഡിലും നിറച്ച് മീൻ കുഞ്ഞുങ്ങളെ വളർത്താനിട്ടേക്കുവായിരുന്നു. ഇവിടെ കുറെ വാട്ടർ പ്ലാന്റ്സും മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഇവിടെ കുളത്തിലും കായലിലും ഒക്കെ കാണുന്ന പായലുകള് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ ആന്റി വിശദമായിട്ട് നമുക്ക് അതിന്റെ പേരുകൾ പറഞ്ഞു തന്നു. ഇവിടെ കുറെ ഡിഫറെന്റ് ടൈപ്പ് സീഷൽസ് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതും ഒരുപാട് വലുതും ഒക്കെ ഉണ്ട്. ചിലതിന് ഒരുപാട് വില ഉള്ളതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് വലിയ സാധനങ്ങളുണ്ട്.
അതുപോലെ ഇവിടെ കുറെ ആനിമൽസിന്റെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് പിള്ളേർക്ക് കയറി കളിക്കൂ ഒക്കെ ചെയ്യാം. ഇതിൽ കയറി ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഗൈസ്. അവിടെ കയറാനായിട്ട് കുറെ സ്റ്റെപ്സും വെച്ചിട്ടുണ്ട്. അതിനകത്ത് വലിഞ്ഞ് നമുക്ക് കയറാം. 400 രൂപയുടെ മുകളിലോട്ട് പാക്കേജസ് എടുത്തവർക്ക് ഇത് കൂടാതെ വേറെ സാധനങ്ങളും കളിക്കാനുണ്ട്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാരണം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളെ കളിക്കാമല്ലോ കേട്ടോ. ഇവിടെ ഒരു 10 ബിൻ ബോളിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കളിച്ചുവാണ് കേട്ടോ. ഞാൻ കളിച്ചിട്ടൊന്നും വീണില്ല. പക്ഷെ അമ്മൂമ്മ കളിച്ചപ്പം മുഴുവൻ വീണു. പക്ഷെ ഞങ്ങൾക്ക് പ്രൈസ് ഇല്ല. അതിന് പകരം ഈ 400 രൂപയുടെ മുകളിലോട്ട് ടിക്കറ്റ് എടുത്തവർക്ക് ആണ് പ്രൈസ് ഉള്ളത്. കൊച്ചു കുട്ടികൾക്കുള്ള അഡ്വഞ്ചർ ഗെയിം ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ കയറിയിട്ട് പേടിച്ചു പോയി കേട്ടോ. പാക്കേജ് വരുന്നവർക്ക് ബോട്ട് ചെയ്യാനായിട്ട് ചെറിയ വള്ളങ്ങളും കുട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കിടക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനും കണ്ണപ്പനും അതേ കിടന്ന് നോക്കി കേട്ടോ. നല്ല സുഖമായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് മേലായിരുന്നു അതിനെ കിടന്നിട്ട്. ഒരു പുഴയുടെ തീരത്താണ് കേട്ടോ ഈ കിടക്കാനുള്ള സൗകര്യം ഉള്ളത്. അതുപോലെ നല്ല കാറ്റാണ്. ഈ പുഴയിലും മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറെ റൈഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ 2018 വെള്ളപ്പൊക്കം വന്നതോടെ ഇത് മുഴുവൻ നശിച്ചു പോയി കേട്ടോ. പാക്കേജിൽ വരുന്നവർക്ക് ഫ്രീ ഫുഡാണ്. അത് കുക്ക് ചെയ്യാനുള്ള കിച്ചൺ ആണ് കേട്ടോ ഇത്. വെള്ളത്തിന് നടുക്ക് കൂടെ ഉള്ള ഒരു പാലത്തിൽ കൂടെ നമുക്ക് ഇനി നടക്കാം. അതിന്റെ സൈഡിലൊക്കെ നിറച്ച് മീനൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കുമ്പോ അത് കുലുങ്ങും കേട്ടോ. ഇവിടെ ഞങ്ങൾ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മീൻ മേടിക്കാൻ പോവാണ്. മീൻ പിടിക്കാനായിട്ട് തീറ്റ തരുന്നത് ഗോതമ്പ് മാവ് പോലത്തെ ഒരു സാധനമാണ്. എല്ലാവർക്കും എളുപ്പം ഇവിടെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനും അമ്മയും പിടിച്ചപ്പോ മീൻ കിട്ടിയില്ല. അച്ഛൻ പിടിച്ചപ്പോ മീൻ കിട്ടിയേ. ഇവിടെ നമ്മൾ പിടിക്കുന്ന മീൻ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ പിടിക്കുന്ന മീനെ അവിടുത്തെ ഒരു ബക്കറ്റിലേക്ക് ആ ചേച്ചി ഇട്ട് തരും. മഴ ചാറണം തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ 2 മീൻ പിടിച്ചു നിർത്തി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.